എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുല്ലൊക്കെ വെട്ടിയിട്ട് അതിൽ ചെതലിൻ്റെ മരുന്ന് അടിക്കുന്ന വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ തക്കട തുക്കട പരിപാടികളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടാ. അപ്പോൾ അതേ നമ്മൾ ചെതലിൻ്റെ മരുന്ന് അടിക്കുകയാണ് കേട്ടോ. നമ്മൾ പുല്ല് വെട്ടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ അടിക്കണത്. അന്ന് തന്നെ നമുക്ക് അടിക്കാൻ സമയമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ എന്തായാലും നമ്മൾ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെതലിൻ്റെ മരുന്ന് പുല്ലിൽ അടിച്ചു കൊടുക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് നമ്മുടെ ചെതലിൻ്റെ മരുന്ന് മേടിക്കുന്ന ബോട്ടിലിൻ്റെ മൂടി ഉണ്ടല്ലോ, അതിൽ ഒരു മൂടി മരുന്ന് എടുത്തിട്ട് നമ്മളുടെ ഈ പാട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാട്ട നിറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പുല്ലിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. നമുക്കിത് വേണമെങ്കിൽ വലിയ പമ്പിലൊക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം. എൻ്റെ കയ്യിൽ അങ്ങനത്തെ പമ്പൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനത്തെ പമ്പിൽ അടിക്കുന്നത് കേട്ടോ. നമ്മളിത് എങ്ങനെ അടിക്കണു എന്നുള്ളതിലല്ല കാര്യം ഇരിക്കുന്നത്. ഈ മരുന്ന് പുല്ലിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ ചെതൽ കയറി നമ്മളുടെ പുല്ലൊക്കെ നശിച്ചു പോവും. അതുകൊണ്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഈ മരുന്ന് എത്തിക്കണം. പുല്ല് വെട്ടി കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം നമ്മൾ ഈ ചെതലിൻ്റെ മരുന്ന് മാത്രം അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അന്ന് നനയ്ക്കരുത്. പിറ്റേ ദിവസമാണ് പിന്നെ നമ്മൾ നനയ്ക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ മുടങ്ങാതെ നനച്ചു കൊടുത്താൽ മാത്രം മതി. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പുല്ല് നന്നായിട്ട് തളർത്ത് വരും കേട്ടോ. ഉണങ്ങി ഒന്നും പോവില്ല. ഇപ്പം ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഈ പുല്ലൊക്കെ കരിഞ്ഞു പോയില്ലോ, ഇനി ഇത് മുളയ്ക്കില്ല എന്ന്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, പുല്ല് മുളച്ചൊക്കെ വരും കേട്ടോ. നമ്മൾ പുല്ലിൽ മരുന്ന് അടിക്കുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തത് നമ്മുടെ പുല്ലിൽ ചെതൽ കയറി നമ്മുടെ പുല്ലൊന്നും വെട്ടിക്കളയില്ല. പിന്നെ നമുക്ക് ഈ പുല്ലൊക്കെ വളർന്ന് വരുമ്പോൾ അതിൻ്റെ സൈഡ് വഴിയൊക്കെ ഇങ്ങനെ ഗ്യാപ്പായിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഇഴജന്തുക്കൾ കയറിയിരിക്കാണ്ടിരിക്കും. ഈ മരുന്നിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ഇഴജന്തുക്കളൊന്നും പിന്നെ ഈ ഭാഗത്തേക്ക് വരില്ല കേട്ടോ. പുല്ല് വളർന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ചെതലിൻ്റെ മരുന്ന് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പുല്ലിൽ ചെതൽ കയറി പുല്ലൊക്കെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് നമ്മൾ ചെതലിൻ്റെ മരുന്ന് മാത്രമാണ് പുല്ലിൽ കറുക പുല്ലിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് പൂക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ് കേട്ടോ. നമ്മൾ കറ്റാർവാഴയുടെ തണ്ട് അങ്ങനെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു പിടി ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ സബോളയുടെ തോലോ ഉള്ളിത്തോലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാൻ ഉള്ളിത്തോലിന് പകരം ഉള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കണത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇത്രയും കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടാൻ പാടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതിന് ശേഷം മറ്റുള്ള കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത് നമുക്കൊരു 3 ദിവസം ഒരു പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നല്ലൊരു പാത്രത്തിലാക്കി അടച്ചു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിത് പൊട്ട ബക്കറ്റിലൊക്കെ പുറത്തിട്ടിട്ട് അടച്ചു വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ 3 ദിവസം വെച്ച് പുളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ 3 ഇരട്ടി വെള്ളമെങ്കിലും നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് പൂക്കാനായിട്ട് നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്ത് എൻ്റെ ഒപ്പം എല്ലാതും കട്ട് ചെയ്ത് നിർത്തിയേക്കാണ്. അതുകൊണ്ട് ഇനി രണ്ടാമത് പൊടിപ്പൊക്കെ വന്ന് പൂവൊക്കെ ഇടാൻ തുടങ്ങിയാലാണ് നമ്മുടെ ഗാർഡൻ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ കയ്യോടെ തന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ചെടികളെ. ഞാനിപ്പോൾ ഇന്നാൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന റോസുകളാണ് കേട്ടോ ഇത്. ഇത് നന്നായിട്ട് ഇപ്പോൾ പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട്. മുട്ടിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ഞാനിത് നമ്മുടെ റോസിനും പിന്നെ നമ്മുടെ കടലാസ് റോസൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. ബോഗൺവില്ല അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഗൺവില്ലയൊക്കെ തളിർത്ത് പൂവൊക്കെ ഇടാൻ തുടങ്ങും കേട്ടോ. നമ്മൾ അന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ റോസിലും മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തളിരൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ദേ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ നിറച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഇനി നമ്മളുടെ ബോഗൺവില്ല ദേ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. എന്നാലും അതിൽ കുറേശ്ശെ പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിനൊക്കെ വളം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അതിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇവരെ രക്ഷപ്പെടുത്തി എടുക്കണം.
ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ബോഗൺവില്ലയൊക്കെ പൂവിടേണ്ട സമയമാണ്. പക്ഷെ ഞാൻ അവരെ ശ്രദ്ധിക്കാൻ ഇത്തിരി വൈകിപ്പോയി. ഞാൻ ഇത്തിരി തിരക്കിലായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കട്ട് ചെയ്ത് നിർത്താൻ വൈകിപ്പോയതുകൊണ്ട് വല്ലാതെ കൊമ്പുകളൊക്കെ വളർന്ന് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കട്ട് ചെയ്തത്. ഇപ്പം കട്ട് ചെയ്താലും നമ്മൾ നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നല്ല പൂവൊക്കെ ഉണ്ടായി നമുക്ക് ഭംഗിയായിട്ട് കിട്ടും ട്ടോ. നമ്മളുടെ അടുത്ത വീഡിയോ വരാൻ പോണത് നമ്മളുടെ ഓർക്കിഡിനെ നമ്മളൊന്ന് സെറ്റ് ചെയ്യണ വീഡിയോ ആയിരിക്കും കേട്ടോ. എൻ്റെ ഏട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചെടി എന്ന് പറയുന്നത് ഓർക്കിഡാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവരെ ഒന്ന് സെറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പം അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്തായാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഓർക്കിഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് തക്കിട തുക്കിട പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ പുല്ലൊക്കെ വെട്ടി ഗാർഡനൊന്ന് മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നേന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം നമ്മൾ ഈ ചെടി ഇതിൽ നട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കൊങ്ങിണിയാണ് കേട്ടോ. മഞ്ഞ കൊങ്ങിണി പിന്നെ ഒരു വയലറ്റ് കളർ കൊങ്ങിണിയാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അത് ഞാനിങ്ങോട്ട് പറിച്ചെടുത്തു കേട്ടോ. അത് അതിൽ നട്ടിട്ട് പൂവ് അത്ര വലിയ എയിമായിട്ട് ഉണ്ടാവണില്ല. അപ്പം ഞാനതൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് നമ്മളിത് ഇന്നാൾ പറിച്ച് മാറ്റി ഇത് അവിടെ കിടന്ന് ഗുസ്തി പിടിക്കുന്നുണ്ടായിരുന്ന ആ ചെടി ഉണ്ടല്ലോ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് അതിലേക്ക് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കിനി ഈ ചെടിയൊക്കെ നട്ടിട്ട് ആ ചെടിയുടെ കളറൊക്കെ പോയേക്കാണ്. അപ്പോൾ അതൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് ഉണ്ടല്ലോ, ഞാനിവിടെ ചെടി നടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നല്ല കേട്ടോ. ഈ പൈപ്പിൻ്റെ മുകളിൽ ഒരു കിളിക്കൂടായിരുന്നു കേട്ടോ. വലിയൊരു കിളിക്കൂടായിരുന്നു. ഞാനിവിടെ എപ്പോഴും ഇല്ലാത്ത കാരണം അതിന് തീറ്റയൊന്നും ഇട്ട് കൊടുക്കാൻ ആരും ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾ ആ കിളിക്കൂട് എടുത്ത് വിറ്റതാണ് കേട്ടോ. ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു രാവിലെ അവറ്റങ്ങളുടെ കരച്ചിലും ബഹളമൊക്കെ കേൾക്കാൻ. എന്തായാലും അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊക്കിനൊക്കെ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പറിച്ച് മാറ്റിയ ആ കൊങ്ങിണിയില്ലേ, അത് ഇവിടെ ഒരു പൈപ്പ് ബാലൻസ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് താഴെ കമ്പി അടിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആ PVC പൈപ്പ് വെച്ചിട്ട് മണ്ണ് നിറച്ച് നമ്മുടെ ആ കൊങ്ങിണി നടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ മിറ്റം ഇപ്പം ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ആകെ ഉണങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണലാരണ്യത്തിലേക്ക് നോക്കുന്ന പോലെ ഇപ്പം എനിക്ക് തോന്നണേ കേട്ടോ. എന്ന് വെച്ചാൽ ആകെ ഇങ്ങനെ മണൽ വെതറി കിടക്കണ പോലെ തോന്നണേ. എന്തായാലും ഇതൊക്കെ മാറി നമ്മുടെ ആ പച്ചപ്പ് വന്നാലാണ് എനിക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും നമ്മുടെ ചെടിയല്ല പുല്ല് മുളച്ച് നല്ല പച്ചപ്പായിട്ട് വരും. അതുവരെ എന്തോ ഒരു വേറെ ഏതൊരു സ്ഥലത്തേക്ക് നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നണത് കേട്ടോ. ഇത്രയും നാൾ നമ്മൾ അത്രയും പച്ചപ്പൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.